ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകളുടെ മനസ്സറിയാൻ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അത് കുറച്ചൊക്കെ സത്യവുമാണ്. എന്നാൽ സ്ത്രീകളെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഭാഷകൾ എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഇത് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്യുവർ ഹേർട്ട് ആണ്. അതായത് ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കുകയും എന്നാലോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വളരെ അധികം കരയുകയും ചെയ്യുന്ന പെൺകുട്ടികൾ. അതായത് ചെറിയ കാര്യങ്ങൾക്ക് അവർ ഒരുപാട് സന്തോഷിക്കും, അതേപോലെ തന്നെ കുഞ്ഞു കാര്യങ്ങൾക്ക് അവർ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഹൃദയം എന്ന് പറയുന്നത് പ്യുവർ ആണ് എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുകയാണ്, ഒരു കുഞ്ഞു ചോക്ലേറ്റ്. അത് കിട്ടിയപ്പോഴത്തേക്കും അവർക്ക് വളരെയധികം സന്തോഷമാവുകയും നിങ്ങൾ കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹൃദയം എന്ന് പറയുന്നത് പ്യുവർ ഹേർട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾ ദേഷ്യം വന്നപ്പോൾ അവരെ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കുകയാണ്, അപ്പോൾ തന്നെ അവർ കരയാൻ തുടങ്ങി. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് സന്തോഷിക്കുകയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കരയുകയും ചെയ്യുന്ന സ്ത്രീകൾ, ഇങ്ങനെയുള്ളവരുടെ ഹൃദയം എന്ന് പറയുന്നത് പ്യുവർ ഹേർട്ടാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സൈലൻസ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പെൺകുട്ടികൾ പൊതുവെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അവരൊരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ ഒരുപാട് വലുതാക്കി പറയുന്നവരുമാണ്. എന്നാൽ പെട്ടെന്നുള്ള പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സൈലൻസ്, ഇങ്ങനെ അവർ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. അവരിങ്ങനെ പതിവിലും വിപരീതമായിട്ട് ഒരു മൂലയിൽ മിണ്ടാതിരിക്കുകയാണ്. ഇങ്ങനെ അവരിയ്ക്കുന്നത് അവരേതെങ്കിലും ഒരു കാര്യം ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടിയോ അല്ലെങ്കിൽ വൈഫോ ഒക്കെ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവർ ആ ഒരു സമയം ഇങ്ങനെ എന്തൊക്കെയോ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഞാൻ ഓക്കെയാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ വൈഫിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോടോ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഓക്കെ ആണ് എന്ന് അവൾ പറയുകയാണെങ്കിൽ അതിനർത്ഥം അവൾ ഓക്കെ അല്ല. കാരണം അവളുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ സങ്കടമോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അവൾ ഒരിക്കലും ഓക്കെ അല്ല എന്ന് പറയില്ല. അവൾ ഓക്കെ ആണ് എന്ന് മാത്രമാണ് പറയത്തുള്ളൂ. അവൾ ഇങ്ങനെ ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൾ ഒട്ടും ഓക്കെ അല്ല, എന്തൊക്കെ വിഷമങ്ങളൊക്കെ അവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവളിങ്ങനെ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ 2-3 തവണ സ്നേഹത്തിലൊന്ന് ചോദിച്ചാൽ മതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ ഇതിനോട് പറ. ആദ്യമേയൊക്കെ അവൾ പറയില്ല എങ്കിലും 2-3 തവണ നിങ്ങളിങ്ങനെ സ്നേഹത്തിലൊക്കെ ചോദിക്കുകയെങ്കിൽ ആ കാര്യം എന്താണെന്ന് അവൾ ഓപ്പണായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കരച്ചിലാണ്. അതായത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളോട് അത്രമാത്രം വിശ്വാസമുണ്ട് എന്നതാണ്. കാരണം വിശ്വാസമുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചിട്ടാണ് പെൺകുട്ടികൾ വിഷമം വന്നാലും, അതിപ്പോൾ ഒരുപാട് സങ്കടമാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വെച്ച് മാത്രമാണ് അവൾ കരയത്തുള്ളൂ. അല്ലാതെ ഒരറിയില്ലാത്തവരുടെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ചിട്ട് അവൾ ഒരിക്കലും കരയത്തില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് കരയുന്നുണ്ടെങ്കിൽ അവൾക്ക് അത്രമാത്രം നിങ്ങളോട് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവളിങ്ങനെ കരയുന്നതൊക്കെ. ചിലരുണ്ട് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും കള്ളക്കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് അവരെ കരയുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആർഗ്യുമെന്റ്സ് ആണ്. അതായത് കൂടുതലായിട്ടും പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ആർഗ്യുമെന്റ്സ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയോടാണ്. അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു വഴക്കുണ്ടാക്കുമല്ലോ, അത് നിങ്ങളുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. സ്നേഹമില്ലാത്തടത്തോ അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസമില്ലാത്തവരെയോ ഇഷ്ടമില്ലാത്തവരെയോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മുമ്പിൽ അവൾ ഒരിക്കലും ഇങ്ങനെ ആർഗ്യുമെന്റ്സ് ചെയ്യത്തില്ല. അവരെന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, അങ്ങനെ ഒരു മൈൻഡ് ആയിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. അതായത് അവരെന്ത് കാണിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ ഒരു പെൺകുട്ടി നിങ്ങളോട് മാത്രമായിട്ട് ഇങ്ങനെ ആർഗ്യുമെന്റ്സ് കാണിക്കുക, അതായത് നിങ്ങളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുക, ആർഗ്യുമെന്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് നിങ്ങളുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, മുഖത്ത് നോക്കാതെ ഇരിക്കുകയാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ പാർട്ട്ണറോ ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഫേസിലേക്ക് നോക്കുന്നില്ല.
നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവൾ അവിടെ ഇവിടെയൊക്കെ നോക്കിയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഫേസിലേക്ക് നോക്കുന്നില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങളോട് അവർക്ക് പറയാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കും കൂടി സങ്കടമായാലോ. ഇതൊക്കെ ഓർത്തിട്ടാണ് അവർ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാതിരിക്കുക. നിങ്ങളുടെ കണ്ണിലേക്കൊക്കെ നോക്കി സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ അവരുടെ ആ ഉള്ളിലുള്ള ഒരു കൺട്രോൾ അതങ്ങ് പോയി അവരിങ്ങനെ കരയാനും അല്ലെങ്കിൽ ആ ഒരു കാര്യമൊക്കെ പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ അവളുടെ വീട്ടിൽ അറിയുകയാണ്. ഇങ്ങനെ അറിയുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വളരെയധികം അവളെ വഴക്ക് പറയാണ് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ട്. ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് അവളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവളുടെ പേരൻസിനെ കുറിച്ചിട്ട് എന്ത് കരുതും, അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു സങ്കടം ഉണ്ടായാലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടി മാക്സിമം അത് ഹൈഡ് ചെയ്ത് വെക്കാനാണ് ശ്രമിക്കത്തുള്ളൂ. അത് തുറന്നൊന്നും പറയത്തില്ല. പക്ഷെ ആ ഒരു വിഷമം നിങ്ങളുടെ നേരെ നോക്കി, അതായത് നിങ്ങളുടെ കണ്ണിൽ നോക്കി ഒന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളായിട്ട് അതങ്ങനെ അറിയാതെ പറഞ്ഞു പോകും. കാരണം പെൺകുട്ടികളുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ പറയുന്നവരാണ് ഓപ്പണായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയുമോ എന്നുള്ളൊരു പേടി അവൾക്ക് തന്നെയുണ്ട്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ട് സംസാരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ അറിയല്ലേ എന്ന് അവരെന്തോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫേസിലേക്ക് അവരെ നോക്കില്ലാത്തത്. അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി ഇനി അവിടെ ഇവിടെയൊക്കെ നോക്കി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സ്നേഹത്തോടെ ചോദിച്ചാൽ മതി എന്താണ് കാര്യമെന്ന്. ഉള്ളതുപോലെ തന്നെ അവരെ പറഞ്ഞോളും. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ നിങ്ങൾ പുരുഷന്മാരെ ഒന്ന് ഓർത്ത് വെച്ചോ. ഭാവിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ആയിട്ടോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അവരുടെ മൈൻഡ് നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.